ഹായ്, ഇന്നൊരു ചെറിയ ലഞ്ച് വ്ളോഗാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഒരു സിമ്പിൾ കറിയാണ് കേട്ടോ. കടുക് വറുത്ത ഉണക്കപ്പുളി, അതും കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്ലീസ്. നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്താലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പ്ലീസ് എല്ലാവരും ഒന്ന് 1K പോലും ആയിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു പാനിൽ കഞ്ഞിവെള്ളവും പുളിയും തക്കാളിയും പച്ചമുളകും വേപ്പിൻ്റെ ഇലയും ഉപ്പും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അത് നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മാന്തൾ അതിലിടാം കേട്ടോ. അങ്ങനെ മാന്തളിട്ടിട്ട് തിളച്ച് വരുന്ന സമയത്ത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് വേറൊരു പാനിൽ അതിറക്കി വെച്ചിട്ട് വേറൊരു പാനിൽ കടുക് വറുക്കാം. അപ്പോൾ നമ്മളൊരു പാന് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് കടുക് ഇട്ടിട്ട് നമുക്ക് കടുകും വറ്റൽമുളകും വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടത് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് കറിയിൽ ഒഴിക്കാം. അപ്പോൾ സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ തോന്നുന്നത് കാണുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ലാന്ന് തോന്നും. എൻ്റെ ഇക്കാക്കും അങ്ങനെയൊക്കെ തന്നെ തോന്നിയത് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാൻ നിന്നിട്ട്. അപ്പോൾ ലേറ്റായപ്പോൾ നമ്മളൊന്ന് തട്ടിക്കൂട്ട് കറി, നമ്മുടെ പണ്ടത്തെ കറികളല്ലേ ഇതൊക്കെ. അത് നല്ല ടേസ്റ്റായിട്ട് ഇന്ന് ആരെങ്കിലും കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കാറുണ്ടോ. പിന്നെ അതിലേക്ക് നമ്മളൊരു സിമ്പിളായിട്ടൊരു മുട്ട പൊരിച്ചു. അത് ഇക്കയാണ് കേട്ടോ ആ മുട്ടൊക്കെ ഒഴിക്കണത് പൊട്ടിച്ചിട്ട്. അപ്പോൾ ഇക്ക പറഞ്ഞു നല്ല ഭംഗിയിൽ ഞാൻ ഈ വീഡിയോ എടുത്തോ, ഞാൻ നല്ല ഭംഗിയിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒഴിച്ചു തരാമെന്നൊക്കെ. പക്ഷേ വീഡിയോ ഒക്കെ ഫ്ലോപ്പായി, പക്ഷെ എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് മാത്രം. അപ്പം അങ്ങനെ നമ്മൾ മുട്ട പൊരിക്കുകയാണ് കേട്ടോ. ആ മുട്ട ഒരു 5-6 മുട്ടയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുട്ട പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ എന്താണ് നല്ല സിമ്പിളായിട്ടുള്ളൊരു കറിയാണത്. ഇതിൻ്റെ കൂടെ ചിക്കൻ പൊരിച്ചതാണെങ്കിൽ സൂപ്പറാവും കേട്ടോ. നല്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ. അധികം സമയം എടുക്കില്ല, എന്നാൽ ടേസ്റ്റുണ്ട്, ഫുഡൊക്കെ നല്ലോണം കഴിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ മുട്ട പൊരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ചോറും പിന്നെ കടുക് വറുത്ത ഉണക്കക്കറി, ഉണക്കമീൻ നമ്മൾ മാന്തളാണ് എടുത്തെടുത്ത്, അതും മുട്ട പൊരിച്ച കൂടി അടിപൊളി ഫുഡ് കഴിക്കാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ബായ്.